തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയർ ആരെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ. വി രാജേഷ് ഒരു എ ക്ലാസ് സംഖ്യയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിലുപരി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു വഞ്ചകൻ കൂടിയാണെന്ന് ചില ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ആദ്യം തിരുവനന്തപുരത്ത് BJP കൊണ്ടുവരാൻ പോകുന്ന അവരുടെ ഇൻഡോർ മോഡൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് വി രാജേഷ് പൊങ്ങച്ചമടിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ ആണ്. അപ്പൊ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാം. ഇതാ കേട്ടില്ലേ, ഇതാണ് വി രാജേഷ് പറഞ്ഞ ഇൻഡോർ മോഡൽ. ശരിക്കും എന്താണ് ഇൻഡോർ മോഡൽ? അത് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഡോറിലെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻഡോറിലെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടി നിങ്ങൾ കേൾക്കണം. അപ്പോൾ മനസ്സിലാകും വി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി, അത് മേയർ എന്ന് പറയുന്ന പദവി മാറ്റി നിർത്തി കഴിഞ്ഞാൽ വ്യക്തിപരമായി വി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എത്ര വലിയ ഉഡായിപ്പാണെന്ന് ഈ വാർത്തകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ വാർത്തകൾ ഒന്ന് കേൾക്കാം. മധ്യപ്രദേശ് ഇൻഡോറിൽ മലിനജലം കുടിച്ച് 8 പേർ മരിച്ചുവെന്ന് റിപ്പോർട്ട്. 100-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മാസം 25-നും 30-നും ഇടയിലാണ് മരണങ്ങൾ സംഭവിച്ചത്. ഒരു സംഭവമായി തന്നെ കാണേണ്ടി വരും ഈ മധ്യപ്രദേശ് ഇൻഡോറിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നഗരസഭ വിതരണം ചെയ്ത കുടിവെള്ളത്തിലാണ് പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതുവരെ 8 പേർ മരിച്ചതായാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരം. ഈ മാസം 25-ന് വിതരണം ചെയ്ത വെള്ളത്തിൽ അതിൽ അസാധാരണമായ ഒരു രുചി വ്യത്യാസവും ഒപ്പം തന്നെ ഗന്ധവും രൂക്ഷഗന്ധവും ഉണ്ടായിരുന്നതായാണ് ഈ താമസക്കാർ പറയുന്നത്. അങ്ങനെ മലിനമായ ഒരു ജലമാണ് ഈ വിതരണം ചെയ്തത്. പല ആളുകൾക്ക് 100-ലധികം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മാത്രമല്ല 1000-ലധികം ആളുകളുമായി ഇൻഡോറിലെ ജനങ്ങൾ കുടിവെള്ളത്തിലൂടെ വളരെ മാരകമായിട്ടുള്ള രോഗബാധിതരായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വലിയ വായിൽ വീരവാദം മുഴക്കിയില്ലേ വി രാജേഷ് അവരുടെ ഇൻഡോർ മോഡലെന്ന്? ഇതാണോ കേരളത്തിൽ നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്? ഇതാണോ തിരുവനന്തപുരത്ത് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഇൻഡോർ മോഡൽ? എന്തായാലും ശരി, BJPയുടെ കയ്യിൽ ഭരണം കൊടുത്തിട്ടുണ്ടോ കട്ടപ്പുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് കാര്യ ഗൗരവമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു വിവരവുമില്ലാത്ത വി രാജേഷിനെ പോലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ തിരുവനന്തപുരത്തിൻ്റെ ഭരണമേൽപ്പിച്ച BJPയുടെ ഏറ്റവും വലിയ ഉഡായിപ്പ് എന്ന് തന്നെ വ്യക്തമാകുന്ന സാഹചര്യം. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ ആണ്. അപ്പൊ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും. മധ്യപ്രദേശ് ഇൻഡോറിൽ മലിനജലം കുടിച്ച് 8 പേർ മരിച്ചുവെന്ന് റിപ്പോർട്ട്. 100-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മാസം 25-നും 30-നും ഇടയിലാണ് മരണങ്ങൾ സംഭവിച്ചത്. ഒരു സംഭവമായി തന്നെ കാണേണ്ടി വരും ഈ മധ്യപ്രദേശ് ഇൻഡോറിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നഗരസഭ വിതരണം ചെയ്ത കുടിവെള്ളത്തിലാണ് പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതുവരെ 8 പേർ മരിച്ചതായാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരം. ഈ മാസം 25-ന് വിതരണം ചെയ്ത വെള്ളത്തിൽ അതിൽ അസാധാരണമായ ഒരു രുചി വ്യത്യാസവും ഒപ്പം തന്നെ ഗന്ധവും രൂക്ഷഗന്ധവും ഉണ്ടായിരുന്നതായാണ് ഈ താമസക്കാർ പറയുന്നത്. അങ്ങനെ മലിനമായ ഒരു ജലമാണ് ഈ വിതരണം ചെയ്തത്. പല ആളുകൾക്ക് 100-ലധികം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മാത്രമല്ല 1000-ലധികം ആളുകളുമായി